ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു നേഴ്സിന് ശരാശരി എത്ര ആണ് സാലറി എന്നും അതായത് ബ്രൂട്ടോ സാലറി എത്രയാണെന്നും അതിൽ നിന്ന് എല്ലാ ടാക്സസും കുറച്ച് കഴിയുമ്പോൾ നമ്മൾക്ക് നമ്മുടെ കയ്യിൽ എത്രയായിട്ടാണ് ഇൻകം കിട്ടുന്നത് എന്നതിനെക്കുറിച്ചാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം ഒരുപാട് പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോകണില്ല, നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം കേട്ടോ. ജർമ്മനിയിൽ നേഴ്സിന്, അതായത് രജിസ്റ്റേർഡ് നേഴ്സിന് കിട്ടുന്ന സാലറി ഇറ്റ് ഡിപ്പെൻസ് അപ്പോൺ വിച്ച് സ്റ്റേറ്റ് വി ആർ വർക്കിംഗ്. അത് അതായത് എല്ലാ ജർമ്മനിയിലെ ബുണ്ടസ് ലാൻഡിലും അത് ഡിഫറെൻ്റ് ആയിട്ടാണ്. കാരണം ഓരോ സ്റ്റേറ്റും പേ ചെയ്യുന്നത് ഡിഫറെൻ്റ് സാലറിയാണ് നേഴ്സുമാർക്ക്. അപ്പോൾ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിഡർസാക്സനിൽ നമ്മൾക്ക് ഒരു നേഴ്സിന് തുടക്കക്കാരായിട്ട് വരുന്ന നേഴ്സിന് കിട്ടുന്ന സാലറി, അതായത് ബ്രൂട്ടോ ബേസിക് സാലറി 2500 മുതൽ 4000 യൂറോ വരെയായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഈ ബേസിക് സാലറി കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ടായിരിക്കും. പിന്നെ നമ്മൾക്ക് ഒരു സ്റ്റൂഫ്, അതായത് നമ്മൾ ഏത് വിഭാഗത്തിലാണ്, നമ്മൾ ഫ്ലീക്ക് ഫാക്രാഫ്റ്റായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ P7 എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ് ബിലോങ് ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ച് കിട്ടുന്ന സാലറിയാണ് കേട്ടോ ഈ 2500 മുതൽ 4000 യൂറോ വരെ. അതായത് ഓരോ വർഷം കൂടുന്തോറും, അതായത് എല്ലാ 2 വർഷം ആദ്യത്തെ 2 വർഷം കൂടുമ്പോൾ നമ്മുടെ ആ സ്റ്റൂഫ് നമ്മൾ കൂടി വരും. പിന്നെ ഒരു 3 വർഷം കഴിയുമ്പോൾ അതിൻ്റെ സ്റ്റൂഫ് കൂടും. അപ്പോൾ അങ്ങനെ ആ സ്റ്റൂഫ് കൂടുന്നതനുസരിച്ച് നമ്മുടെ സാലറിയിലും മാറ്റം സംഭവിക്കും. എന്നിട്ട് ഈ കിട്ടുന്ന ബ്രൂട്ടോ, അതായത് ബേസിക് സാലറിയിൽ നിന്നും നമ്മുടെ ടാക്സുകളെല്ലാം അടച്ചു കഴിഞ്ഞതും ടാക്സുകളും അതിൻ്റെ കൂടെ തന്നെ സാമൂഹ്യ സുരക്ഷാ സംഭാവനകളും ഒക്കെ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് കയ്യിൽ കിട്ടുന്ന സാലറി ഒരു 1700 യൂറോ മുതൽ 2800 യൂറോ വരെ ആയിരിക്കും. അപ്പോൾ നമ്മുടെ സാലറിയിൽ ഇളവുകൾ സംഭവിക്കുക അല്ലെങ്കിൽ വർധനവ് സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ സ്റ്റോയർ ക്ലാസ്, നികുതിയുടെ ക്ലാസ് ഡിപ്പെൻസ് അപ്പോൺ. കാരണം നമ്മൾ ഇവിടെ സിംഗിളായിട്ട് ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ നമ്മൾ സിംഗിളായിട്ട് ജീവിക്കുമ്പോൾ സ്റ്റോയർ ക്ലാസ്സിൽ 1ലാണ് നമ്മൾ വരുന്നത്. അന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ നികുതി അടയ്ക്കുന്ന ഗ്രൂപ്പാണ് സ്റ്റോയർ ക്ലാസ് 1. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ മാരീഡാണ്, കുട്ടികളുണ്ട്, അവർ കൂടെ ഇല്ലെങ്കിൽ തന്നെ നമ്മൾ സ്റ്റോയർ ക്ലാസ് 1ലായിരിക്കും. അത് കഴിഞ്ഞ് നമ്മുടെ ഹസ്ബൻഡും കുട്ടികളും നമ്മളുടെ കൂടെ ജർമ്മനിയിൽ വന്നു കഴിയുമ്പോൾ നമ്മുടെ സ്റ്റോയർ ക്ലാസ്സിൻ്റെ ഇത് മാറും. നമ്മൾ ഒന്നെങ്കിൽ 3ഉം 5ഉം ആയിരിക്കും, പിന്നെ അല്ലെങ്കിൽ 4 എന്നതിലായിരിക്കും. ഏറ്റവും ബെനഫിറ്റ് ആയിട്ടുള്ള ഗ്രൂപ്പ് 3, 5 അപ്പോൾ പറ്റുന്നവരൊക്കെ വന്നു കഴിഞ്ഞ് നിങ്ങൾക്ക് 4 ആണെങ്കിൽ 3, 5ലേക്ക് മാറുക. എൻ്റെ സ്റ്റോയർ ക്ലാസ് കിടക്കുന്നത് 4 അത് ഞാനൊന്ന് മാറ്റാൻ വേണ്ടിയാണ് ഇരിക്കുന്നത്. അത് കാരണം നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് ടാക്സ് പോകുന്നുണ്ട്. നമ്മൾ 4 കിടക്കുന്നതെങ്കിൽ, കൂടാതെ തന്നെ നമ്മുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫിന്, അവർക്ക് ജോലിയില്ലെങ്കിൽ 4 നമുക്ക് ഒരുപാട് നഷ്ടമാണ്. അപ്പോൾ 3, 5 ആണെങ്കിൽ അത്രയും കൂടെ സാലറി നമ്മൾക്ക് കൂടുതൽ കയ്യിൽ കിട്ടും. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ സാലറി, ബേസിക് സാലറി നിന്ന് എല്ലാ ടാക്സുകളും പോയി കഴിഞ്ഞ് ഒരു 1700 യൂറോയുടെ അടുത്ത് നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞല്ലോ. അത് തൊട്ട് 4000 യൂറോ വരെ, അത് നമ്മുടെ എക്സ്പീരിയൻസ് അനുസരിച്ചാണ് എന്നും പറഞ്ഞു. പിന്നെ ഈ കിട്ടുന്ന സാലറിയിൽ നിന്നും നമ്മൾക്ക് പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത് നമ്മുടെ വീടിൻ്റെ റെൻ്റാണ്. റെൻറ്റും പിന്നെ കറണ്ട് ചാർജ്, ഗ്യാസ് ചാർജ്, പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ വൈഫൈ, ഫോൺ കളക്ഷൻ, ഈ ചാർജസ് എല്ലാം പോയി കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഫുഡ്, മെസ് മണി, ഇതെല്ലാം പോയി കഴിഞ്ഞ് ബാക്കി കിട്ടുന്നതാണ് നമ്മൾക്ക് സേവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ജർമ്മനിയിലേക്ക് നേഴ്സായി വരാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയും
ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ സിറ്റികളിൽ വീടുകൾ അന്വേഷിക്കാതിരിക്കുക, വീടുകൾ എടുക്കാതിരിക്കുക. പറ്റുന്നത്രയും വില്ലേജ് സൈഡുകളിലേക്ക് നമ്മുടെ വീട് വാടകയ്ക്ക് എടുക്കുന്ന വീട് നമ്മൾ നോക്കി എടുക്കുന്നതായിരിക്കും ഉത്തമം. കാരണം വില്ലേജിലാണെങ്കിൽ റെൻറ്റ് കുറവുണ്ട്, സിറ്റിയിൽ റെൻറ്റ് കൂടുതലാണ്. അപ്പോൾ അത് നമ്മൾക്കൊരു കുറച്ചുകൂടെ തുക എങ്ങനെയെങ്കിലുമൊക്കെ സേവ് ചെയ്യാൻ പറ്റും. എല്ലാം കൂടെ കഴിഞ്ഞ് നമുക്കൊരു 500 യൂറോ ജർമ്മൻ മണി, അതായത് 500 യൂറോ ഒക്കെ സേവ് ചെയ്യാൻ പറ്റും. അതിൽ കൂടുതൽ സേവ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടായിരിക്കും. അപ്പോൾ സിംഗിൾ പേഴ്സൺ ആയിട്ടല്ല, അല്ലാതെ ഹസ്ബൻഡ്, കുട്ടികൾ, അതായത് ഹസ്ബൻഡിന് ജോലിയുണ്ട്, അങ്ങനെയുള്ളവർക്ക് കൂടുതലായിട്ട് ഇൻകം സേവ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾക്ക് കുട്ടികളുണ്ടെങ്കിൽ നമ്മൾക്ക് സ്റ്റാർട്ടിൽ നിന്ന് 255 യൂറോ കിൻഡർ ഗാർട്ടനായിട്ട് കിട്ടുന്നുണ്ട്. കുഞ്ഞു വലിയ കുട്ടികളാണെങ്കിലും നമ്മൾക്ക് ആ പൈസ നമ്മുടെ കുട്ടികൾക്കായിട്ട് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. കാരണം അവരുടെ ഡ്രസ്സ്, അവരുടെ ഫുഡ്, പിന്നെ അവരെന്തെങ്കിലും പുതിയ എന്താ പറയുന്നത്, സ്പോർട്സ്, മ്യൂസിക്, അങ്ങനെയുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിക്ക് ചേർന്നിട്ടുണ്ടെങ്കിൽ ആ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിക്കും കൂടെ നമ്മൾ പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ആ ഒരു എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്നും കാര്യങ്ങൾക്കായിട്ട് മാറ്റി വയ്ക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഏറ്റവും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ആദ്യമേ ജർമ്മനിയിൽ വരുന്നത് സ്പൗസും കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോയർ ക്ലാസ് മാറ്റാൻ നമ്മൾ നോക്കുക. പിന്നെ കൂടാതെ സിറ്റിയിലുള്ള വീട് ഏറ്റവും പറ്റുമെങ്കിൽ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മുടെ സാലറിയിൽ കുറച്ചെങ്കിലും നമുക്ക് പിടിച്ചു വയ്ക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ വേറെ ഒരു കാര്യം വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ജർമ്മനിയിൽ വാട്ടർ കൺസ്യൂം ചെയ്യുന്നത് പൈസ എക്സ്ട്രാ ആയിട്ടാണ് വരുന്നത്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ നമ്മുടെ കറണ്ട് ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണോ മീറ്റർ റൺ ചെയ്യുന്നത്, അതേ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ വാട്ടർ ഉപയോഗിക്കുമ്പോഴും മീറ്റർ റൺ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എത്ര വാട്ടർ ഉപയോഗിച്ചോ അതനുസരിച്ചാണ് നമ്മൾ അതിൻ്റെ പൈസ പേ ചെയ്യുന്നത്. പിന്നെ കൂടാതെ നമ്മൾ എത്രയേറെ വാട്ടർ വേസ്റ്റ് ചെയ്യുന്നുണ്ടോ അതിൻ്റെയും പൈസ നമ്മൾ അടയ്ക്കുന്നുണ്ട്, അതായത് നെയ്ബർ കോസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അത് ഒരുപാട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഇതൊക്കെയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിച്ചിരുന്നത്. അപ്പോൾ ഉപകാരപ്രദമായ വീഡിയോ ആണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ലൈക്കുകളും കമൻറ്റുകളും ചെന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് കേട്ടോ. അപ്പോൾ വേറൊരു വീഡിയോയുമായി വരുന്നത് വരെ ടാറ്റ, ബൈ, ടേക്ക് കെയർ.